LDFിനുണ്ടായ വലിയ പരാജയം. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ പരാജയത്തിന് ശേഷം എന്തായിരിക്കും LDF പറയാൻ പോകുന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് മാധ്യമങ്ങളെ കാണുന്നത് ഗോവിന്ദൻ മാഷായിരിക്കും. ആദ്യം മാധ്യമങ്ങളെ കാണുക, പിന്നെ താത്വികമായിട്ട് ഒരു അവലോകനം ഒക്കെ നടത്തിയിട്ടായിരിക്കും മറുപടി പറയുക. സാധാരണ അങ്ങനെയാണല്ലോ. എന്നാൽ എന്താണ്, എന്റെ പ്രതീക്ഷകൾക്കൊക്കെ തെറ്റിച്ചുകൊണ്ട് സ്വരാജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അനർഹമായ പരാജയമല്ലാതെ മറ്റൊന്നുമല്ല. കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ വായിക്കുന്നത്. 2 തവണ ഇവർ ഭരിച്ചല്ലോ, ഇനി ഒരു തവണ അവർ ഭരിക്കട്ടെ എന്ന തികച്ചും ഉദാസീനവും അരാഷ്ട്രീയവുമായ ചിന്ത വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. പരാജയപ്പെട്ടത് പാർട്ടിയുടെ തെറ്റോ അല്ലെങ്കിൽ ഭരണത്തോടുള്ള വിരുദ്ധ വികാരമോ അല്ല, എല്ലാം ജനങ്ങളുടെ തെറ്റാണ്. LDF പരാജയപ്പെടുമ്പോൾ ജനങ്ങൾ ഞങ്ങളെ അർഹിക്കുന്നില്ല എന്ന നിലപാട് തന്നെയല്ലേ ഇപ്പോഴും. ഈ നിലപാടിലൊരു മാറ്റം വരാതെ പാർട്ടി എങ്ങനെ തിരിച്ചു വരാനാണ്? അല്ല, ഒരു കാര്യം ഉറപ്പായി, ഈ പാർട്ടി നന്നാവില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ ട്രോളുണ്ടല്ലോ, ഇവരെ തോൽപ്പിക്കുന്നത് എളുപ്പമാണ്, തോറ്റു എന്ന് ഇവരെ മനസ്സിലാക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും സ്വരാജ് വിചാരിക്കുന്നത്, സ്വരാജ് കരുതുന്നത് എൻ്റെ നല്ല സുഹൃത്താണ്, നല്ല വായനക്കാരനാണ്, നന്നായി സംസാരിക്കാൻ അറിയാം. പക്ഷെ സംസാരിക്കുന്ന ഭാഷയിൽ ഒരു അച്ചടി ഭാഷ വരുന്നുണ്ടെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ നിയന്ത്രണം വിട്ടു പോകുന്നുണ്ട്. അതിപ്പോൾ VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിലായാലും ശബരിമലയിലെ ആർത്തവ പ്രശ്നമായാലും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും CPMന്റെ യുവ നേതാക്കൾ, യുവ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് കടന്നെങ്കിലും കുറച്ച് നന്നായി സംസാരിക്കാൻ അറിയുന്നത്, ബാക്കിയുള്ളവർക്ക് വർത്തമാനം പറഞ്ഞിട്ട് നമുക്ക് അടിക്കാനൊക്കെ തോന്നും. അങ്ങനെയില്ലാത്ത ഒരു നേതാവാണ് ഇദ്ദേഹം. അത്ര വെറി വർത്താനം പറയാനുള്ളത്, മറ്റേതൊക്കെ വെറും വെറി വർത്താനം പറയാം. അതുകൊണ്ട് തന്നെ ഷാഫിയുടെ നല്ല ഈ സ്വരാജിന്റെ നല്ല എഴുത്താണ്. ആ എഴുത്ത് നമ്മൾ വായിക്കുന്ന താല്പര്യമുണ്ട്. ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. അപ്പൊ അതിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഇനിയിപ്പോ ഗോവിന്ദ മാഷ് മാറുമോ മാറില്ലയോ ഒന്നും നമുക്കറിയില്ല. ഗോവിന്ദ മാഷോട് ഒരു ഘട്ടത്തിൽ ഇനി പത്രസമ്മേളനം നടത്തണ്ട എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു. കാരണം അദ്ദേഹം പലപ്പോഴും കോമിക്കാണ് സംഭവിക്കുക. തീർച്ചയായിട്ടും കേരളത്തിന് യോജിച്ച, കേരളത്തിലെ CPMന് യോജിച്ച ഒരു സെക്രട്ടറി അല്ല. കാരണം ഒരുപാട് സെക്രട്ടറിമാരെ കണ്ട ആളുകളാണ് നമ്മൾ. പിണറായി വിജയൻ, അതിനു മുമ്പ് VS അച്യുതാനന്ദൻ, EK നായനാർ, EMS. ഞാൻ ഇവരുടെയൊക്കെ കാലത്ത് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ പാർട്ടിയിൽ വരുന്ന കാലത്ത് EK നായനാരാണ് സംസ്ഥാന സെക്രട്ടറി. ആ ഘട്ടത്തിലാണ് ഞാൻ പാർട്ടി പ്രവർത്തനം ശക്തമായി ആരംഭിക്കുന്നത്. NSFയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആവുന്ന ആ സമയത്താണ്. ഇന്ന് വരെ കണ്ടിട്ടുള്ള പാർട്ടി സെക്രട്ടറിമാരിൽ ഒരു നിലയ്ക്കും പാർട്ടി സെക്രട്ടറി ആയിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ് ഗോവിന്ദനെന്ന് ഏതാണ്ട് പാർട്ടിക്കാർക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പത്രസമ്മേളനം നടത്തേണ്ടത്. മാസ്ക് ചെയ്യാൻ പറ. അതിപ്പോ ഞാൻ പറയുന്ന അഭിപ്രായമല്ല, പാർട്ടിക്കാർക്കുള്ള അഭിപ്രായം. എന്നാൽ അതവിടെ നിൽക്കട്ടെ. അതിന് പകരം പറയപ്പെടുന്ന ഒരു പേരാണ് സ്വരാജിന്റെ എന്നുള്ളതാണ്. ഇപ്പൊ ഇത് വായിക്കുമ്പോൾ ഗോവിന്ദ മാഷ പിന്തുടർച്ചക്കാരനാവാൻ തന്നെ യോഗ്യനാണ് സ്വരാജ് എന്നെനിക്ക് മനസ്സിലായി. ഈ തെരഞ്ഞെടുപ്പിൽ CPMന് പറ്റിയത് എന്താണ്? അതോ ജനങ്ങൾക്ക് അബദ്ധം പറ്റിയത്? ഒരു ചെറിയ മടുപ്പുണ്ട്, ജനങ്ങൾ വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ 102 സീറ്റിലേക്ക് അത് മാത്രമല്ല, 102 സീറ്റല്ല, ഞാൻ 102 സീറ്റൊക്കെ നിൽക്കണേ. ഞാൻ 2 സീറ്റിനെ കുറിച്ച് പറയാം. പയ്യന്നൂരും തളിപ്പറമ്പും. ഈ മടുപ്പുള്ള പാർട്ടിക്കാരാണോ പാർട്ടി ഗ്രാമത്തിൽ? പയ്യന്നൂരും തളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങളാണ് അവിടെയുള്ള പല പഞ്ചായത്തുകൾ. പയ്യന്നൂർ തളിപ്പറമ്പ് മാത്രമല്ല കേട്ടോ. ഇങ്ങോട്ട് വന്നാൽ ജയിച്ചുവെങ്കിലും ധർമ്മടമുണ്ട്, കല്യാശ്ശേരിയുണ്ട്, മറ്റേ മട്ടന്നൂരുണ്ട്, കൂത്തുപറമ്പുണ്ട്, അഴീക്കോടുണ്ട്, തൃക്കരിപ്പൂരുണ്ട്. ഞാൻ തൊട്ടടുത്ത കുറച്ച് സ്ഥലങ്ങളാണ് പറഞ്ഞു. ബാക്കി സ്ഥലങ്ങളിലൊക്കെ കുറേശ്ശേ ഉണ്ട്. പക്ഷെ ഇമ്പാക്റ്റ്, ഏറ്റവും ഡയറക്റ്റ് ഇമ്പാക്റ്റ് പയ്യന്നൂരെ 50,000 ഭൂരിപക്ഷം CI മസൂദനന്റെ 5 കൊല്ലം കൊണ്ട് എതിരാളിക്ക് 6,000, 4,000, 5,000 ഭൂരിപക്ഷമാക്കുന്ന തരത്തിലേക്ക് മാറിയെങ്കിൽ ഒരു സംശയവും വേണ്ട, അവിടെ മാറി വോട്ട് ചെയ്തത് UDFകാരൊന്നുമല്ല, കട്ട പാർട്ടിക്കാരാണ്. 1970 മുതൽ ഒരിക്കലും തോൽക്കാത്ത തളിപ്പറമ്പ്, 1965 മുതൽ ഒരിക്കലും തോൽക്കാത്ത പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ പാർട്ടി ഗ്രാമത്തിൽ കേവലം മടുത്തു, ഇനി ഇവര് മാറ്റാം എന്ന് തീരുമാനിച്ച് വോട്ട് ചെയ്തു എന്നാണോ ഈ പണ്ഡിതൻ പറയുന്നത്? അതാണോ ഈ പണ്ഡിതന്റെ കണ്ടെത്തൽ? എന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയക്കാരായി. അപ്പൊ എന്താ രാഷ്ട്രീയം? കുഞ്ഞിക്കണ്ണൻ ഉന്നയിച്ച വിഷയത്തിന് സത്യസന്ധമായി മറുപടി കൊടുക്കാൻ, പാർട്ടിക്കാരെ ബോധ്യപ്പെടുന്ന മറുപടി കൊടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നല്ലേ എൻ്റെ ആത്മാർത്ഥം. ഗോവിന്ദൻ ഉന്നയിക്കുന്ന വിഷയം അങ്ങനെയല്ല, അതല്ല ശരി എന്ന പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ
പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന ഒരു പതിറ്റാണ്ടുകളായി പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന പാർട്ടി കുടുംബം, രക്തസാക്ഷി കുടുംബമൊക്കെയുള്ള തലങ്ങളത്. അവരെ ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്ന പാർട്ടി നേതൃത്വം, അല്ലെങ്കിൽ ധർമ്മടത്ത് ആദ്യത്തെ 6 റൗണ്ടിൽ മുഖ്യമന്ത്രി പുറകോട്ട് പോകുന്ന തരത്തിൽ വോട്ട് ചെയ്ത പാർട്ടി ഗ്രാമങ്ങളിലെ ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്ഥലത്തും പാർട്ടിയെ തറപറ്റിച്ച, തൃക്കരിപ്പൂരടക്കം തറപറ്റിച്ച ജനങ്ങൾ പാർട്ടിക്കെതിരെ കുത്തിയത്, കൈപ്പത്തിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കുത്തിയത് എന്ത് കാരണം കൊണ്ടാണ്? അത് അവരുടെ അലസമായ രാഷ്ട്രീയം, അവരുടെ അരാഷ്ട്രീയമാണോ? ഇപ്പോഴും അത് അരാഷ്ട്രീയമാണ് എന്ന് സ്വരാജ് കാണുന്നുവെങ്കിൽ, സഖാവ് സ്വരാജ്, താങ്കൾക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. പാർട്ടിയുടെ ഒരു ഉന്നത നേതാവിന് രാഷ്ട്രീയം അറിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. സ്വന്തം മണികളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കാര്യം. ബാക്കിയുള്ള ജനങ്ങളൊക്കെ പോട്ടെ, ബാക്കി അലസരം ഒക്കെ പോട്ടെ, ഒരു പക്ഷേ ഒരു മിഡിൽ ക്ലാസ്സിലെ കുറച്ച് പേര് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെ സ്വരാജ് പറയുന്ന പോലെ ചിന്തിച്ചൊരു ചെറിയ ന്യൂനപക്ഷപടി ഉണ്ടാവാം, ഇല്ല എന്നും പറയുന്നില്ല. പക്ഷേ അതിനേക്കാളേറെ ഈ കണ്ണൂർ മറുപടി പറയണ്ടേ? കണ്ണൂർ ജില്ലയിൽ ജനങ്ങൾ പാർട്ടിക്ക് വോട്ട് ചെയ്തത്, മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒരു പക്ഷേ മിഡിൽ ക്ലാസ് മാറി വോട്ട് ചെയ്തിട്ടുണ്ടാവാം, വേറെ വോട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇന്ന് വരെ പാർട്ടിക്കല്ലാതെ വോട്ട് ചെയ്യാത്ത പയ്യന്നൂരിലെ സഖാവ് വോട്ട് ചെയ്തല്ലോ. അല്ല, കണ്ണടച്ചു കുത്തിയാലും പാർട്ടി ചിഹ്നത്തിൽ മാത്രമേ വീഴുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടാൽ വേറെ ഒന്നിലും വോട്ട് ചെയ്യില്ല എന്നുറപ്പുള്ള, പതിറ്റാണ്ടുകളായി അങ്ങനെ തുടരുന്ന കുടുംബങ്ങളുള്ള ഒരു പഞ്ചായത്ത്, ഒരു പ്രദേശത്തെ ഒരു പഞ്ചായത്തിലെയോ ബൂത്തിലെയോ ജനങ്ങൾ എതിരാളിക്ക് വോട്ട് ചെയ്തെങ്കിൽ, ഞാൻ കണക്കാക്കുന്നത് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ജനങ്ങൾ നല്ലൊരു ഭാഗം യഥാർത്ഥ പാർട്ടി കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനുമാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് ഒരാളാണ് ധർമ്മടത്ത് മത്സരിച്ചെങ്കിൽ ചിലപ്പോൾ പിണറായി വിജയൻ തോറ്റുവരും. ഒരു വിമത സ്ഥാനാർത്ഥിയാണ് കുഞ്ഞികൃഷ്ണന്റെ പോലെ ധർമ്മടത്ത് മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പിണറായി വിജയൻ തോറ്റുപോയത്. അതാ രാഷ്ട്രീയം, അല്ലാണ്ട് CS റഷീദിന്റെ ഒന്നല്ലാതെ തോറ്റുപോയത്. ഇതുപോലെ കുഞ്ഞികൃഷ്ണനെ പോലെ ഒരു സഖാവാണ് ഉറച്ചു നിന്നിട്ട് ഞാനിതാ പാർട്ടിയുടെ തെറ്റുകൾ തിരുത്തുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല, ഒരു ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കണമെന്നത് ഇപ്പോഴും CPM-കാർക്ക് അറിയില്ല. നേതൃത്വം പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുന്ന ഒരു കാലമുണ്ടായി. ഇന്നിപ്പോൾ ആ കാലമല്ല. കാരണം 2 കാരണമുണ്ട്. നേതൃത്വം പറയാത്ത കാര്യങ്ങൾ അറിയാൻ ദേശാഭിമാനി മാത്രമല്ല വായിക്കുക, വേറെ പത്രങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്, ജനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയും. ഒന്ന്. രണ്ടാമത്, പാർട്ടി നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾ അത്ര ശരിയല്ല. ഇപ്പൊ ഇതിനു മുമ്പൊക്കെ പാർട്ടി തോറ്റിട്ടുണ്ട്. 77 ഞാൻ ആദ്യം പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പ്, അട്ടപട്ടലം തോറ്റു. ഏതാണ്ട് ആ തോൽവിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അന്ന് 29 സീറ്റാണ് കേരള നിയമസഭയിൽ ലെഫ്റ്റിനുള്ളത്. CPI അപ്പുറത്താണ്. CPI കൂടി കൂട്ടിയാൽ ഏതാണ്ട് അത്ര സീറ്റേ ഉള്ളൂ. അതിനുശേഷം ഇങ്ങനെ വന്നിട്ടില്ല. അന്ന് പോലും പാർട്ടിക്കെതിരായി ആരും പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറി മോശമാണോ, പാർട്ടി മോശമാണോ, പാർട്ടി സംഘടന മോശമാണോ, ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല. കാരണം എന്താ? പാർട്ടി ശരിയേ ചെയ്യൂ എന്നവർക്ക് വിശ്വാസമുണ്ട്. ഇന്ന് പാർട്ടി ശരിയേ ചെയ്യൂ എന്ന വിശ്വാസം ഉണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ പാർട്ടിയുടെ എവിടെയോ പെശകുണ്ടോ? ഈ പറഞ്ഞ ജനങ്ങളും പാർട്ടിയുമായുള്ള ബന്ധം എന്തുകൊണ്ട് 30,000 പാർട്ടി സഖാക്കൾ മാറി വോട്ട് ചെയ്യുമെന്ന് പാർട്ടിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല? കുറച്ചു പേര് അവിടെ ഇവിടെയൊക്കെ പോകുന്ന പറഞ്ഞേ, പയ്യന്നൂരിൽ, അതുപോലെ തളിപ്പറമ്പിൽ, ധർമ്മടത്ത്. എന്തുകൊണ്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും തങ്ങളുടെ സഖാക്കൾ എന്ന് അറിയാൻ കഴിയാത്തൊരു പാർട്ടി, ലെനിന്റെ ഭാഷയിൽ വെള്ളത്തിലെ മത്സ്യം പോലെ എന്ന് പറയുന്ന പാർട്ടി അല്ല. മാത്രമല്ല, ഒരു ജനാധിപത്യ ഘടനയിൽ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്, അറിയാൻ പറ്റും. ഇപ്പൊ ഇവര് പറയും പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യാം. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം വായിച്ചു നോക്കൂ. പാർട്ടിക്കകത്ത് എത്ര പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു? TK ഗോവിന്ദൻ പറഞ്ഞല്ലോ. PK ശ്യാമളയല്ല അവിടെ സ്ഥാനാർത്ഥിയാവേണ്ടത്. വേറെ പേരുകൾ വന്നു, 3 പേര് വന്നു സ്ത്രീകൾ എന്ന് പറഞ്ഞപ്പോ അതിലൊരു പേരാണ് ശ്യാമളയുടേത്. മുൻഗണന കിട്ടിയത് ഈ പേരിനല്ല, സുകന്യയ്ക്കും ശൈലജ ടീച്ചർക്കുമാണ്. അവരെ നിർത്തായിരുന്നല്ലോ. എന്തുകൊണ്ട് അവരെ നിർത്തിയില്ല? എന്തുകൊണ്ട് അവര് പോയി? ആ ചോദ്യത്തിന് എന്താ മറുപടി ഉള്ളത്? ജില്ലാ കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ്, 3 പേര് നിർദ്ദേശിച്ചത് മറ്റു പേരുകളാണ്. 3 പേരുകൾ, അതിൽ 2 പേരുകളുണ്ട്. പക്ഷെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നപ്പോൾ 1 പേരേ ഉള്ളൂ. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും പേര് കൊഴിഞ്ഞു പോയി.
വിശ്വസിക്കണം ഇങ്ങനെ? രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് ഇപ്പോഴും ശരിയായോ? പൊതുജനം ബഹുജനം എന്നൊക്കെയുള്ള വെറുതെ വൃത്തികെട്ട ഭാഷ പ്രയോഗിച്ച് രാകേഷ് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വാസമാകും? പാർട്ടി സഖാക്കൾ വിശ്വസിച്ചില്ലല്ലോ എന്ന് എന്റെ ചോദ്യം അതാണ്. അപ്പോൾ പാർട്ടി സഖാക്കൾ അലസമായി വോട്ട് ചെയ്തിട്ടാണോ ഇതുണ്ടായത്? അലസമായ രാഷ്ട്രീയമാണോ? മടുപ്പാണോ? അല്ല, എതിർപ്പാണ്. ഇപ്പോ നോക്കിക്കോളൂ, പിണറായി വിജയനെതിരായി വിരൽ ചൂണ്ടിയ എല്ലാവർക്കും വലിയ വോട്ട് കിട്ടി. ഞാൻ അത്ഭുതപ്പെട്ടായിരുന്നു മാത്യു കുഴൽനാടന്റെ ഭൂരിപക്ഷം. എറണാകുളം മൊത്തം ജയിച്ചു. പക്ഷേ ഉമാ തോമസ് പോട്ടെ, അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ളത് എറണാകുളത്ത് 42,000 വോട്ടാ. എന്താ മാത്യു കുഴൽനാടിന്റെ ഭൂരിപക്ഷം കൂടാൻ കാരണം? അവിടെ മാത്യു കുഴൽനാടിനെ തോൽപ്പിക്കാൻ പാർട്ടി എല്ലാ അടവും തന്ത്രങ്ങൾ ഉപയോഗിക്കുമെന്നൊക്കെയാണ് ഇവിടെ നമ്മൾ കേട്ടത്. 42,000 വോട്ട് മാത്യു കുഴൽനാടിന്റെ കൂടുതൽ വന്ന ഒറ്റ കാരണമുള്ളൂ. പിണറായിയുടെ മുഖത്ത് നോക്കി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, നിങ്ങളുടെ മകൾ എന്ന് പറഞ്ഞ് കൃത്യമായി വർത്തമാനം പറഞ്ഞു. ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. ജനങ്ങളത് ഇഷ്ടപ്പെട്ടു, പാർട്ടിക്കാർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ആരെങ്കിലും ചോദിക്കണ്ടേ? ആരെങ്കിലും ചോദിക്കണമെന്നാ പാർട്ടിക്കാരും പറഞ്ഞേ. ഇപ്പൊ ഇത് മാത്രമല്ലല്ലോ, ഇത് തുടങ്ങുന്നതിനും ഇവരൊക്കെ തെറി പറഞ്ഞു. പോട്ടെ, ഇലക്ഷൻ പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സച്ചിദാനന്ദനെ പോലെ സാറാ ജോസഫിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞല്ലോ, ഇനി ഇത് തുടരരുത്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അത് അലസത കൊണ്ട് പറഞ്ഞതാണോ? പാർട്ടി നിയോഗിച്ച അക്കാദമി പ്രസിഡന്റാണ് സച്ചിദാനന്ദൻ. ലോകം മുഴുവൻ കണ്ടിട്ടുള്ള ഒരാളാണ്. ലോക സാഹിത്യത്തെ കുറിച്ച് അറിയുന്ന ആളാണ്. എനിക്ക് തോന്നുന്നില്ല സ്വരാജ് പോലും സച്ചിദാനന്ദന്റെ ശേഷിയെ തള്ളി പറയുന്നത്. ആ സച്ചിദാനന്ദൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ ഇതിങ്ങനെ പോകാൻ പറ്റില്ല, പ്രശ്നമുണ്ട്. ജനകീയ സമരങ്ങളോടെടുത്ത നിലപാട്, അത് ആശാ സമരമായാലും കേരള സമരമായാലും മറ്റു സംഗതികളായാലും, കെട്ടുകാഴ്ച പോലെ ഈ കേരള മറ്റേ ഇത് നടത്തിയത്, നവകേരള യാത്ര നടത്തിയത്, ചെടിച്ചട്ടിയോട് തലക്കടിച്ചത്, അപ്പോ ജനങ്ങളുമായി ബന്ധം വിട്ടുപോയത്, ഇത് എന്തുകൊണ്ട്? ഇത് പരിശോധിക്കണോ? ഇതിൽ നേതൃത്വത്തിന്റെ പങ്കെന്ത്? താഴെ അണികളുടെ പങ്കെന്ത്? കമ്മിറ്റികളുടെ പങ്കെന്ത്? ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പരിശോധിക്കുക. പക്ഷെ സ്വരാജ് പറയുന്നത് അതൊന്നും പരിശോധിക്കേണ്ട, ജനങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഇപ്പൊ ഞാൻ പല LDF പോസ്റ്റുകളും കണ്ടു, ജനങ്ങൾ അനുഭവിക്കാൻ പോണു. പിന്നെ ജനങ്ങളിപ്പോൾ ഇത് അനുഭവിക്കില്ല, ഇവിടെ ഭരിക്കുന്ന ആളെ നോക്കിയിട്ടില്ല ജനം ജീവിക്കണേ. അവനവന് ഭക്ഷണം കഴിക്കാൻ അവനവന് ജീവിക്കുക എന്നല്ലാതെ വേറൊരു കാര്യമില്ല. പിന്നെ വികസനം അരാഷ്ട്രീയ പദമാണ് കമ്മ്യൂണിസ്റ്റുകാർ. കാരണം ഏത് മോഡിക്കും എടുത്ത് പ്രയോഗിക്കാവുന്ന ഒരു സാധനം വികസനം. മോഡി വികസനം കൊണ്ടുവരും, മോഡി സൗജന്യങ്ങൾ കൊടുക്കും. അതുകൊണ്ടല്ലല്ലോ ഇടതുപക്ഷക്കാരൻ നിന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയം അങ്ങനെയല്ല വളർന്നിട്ടുള്ളത്. അപ്പം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം പോയി. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. സ്വരാജ് നിലമ്പൂര് മത്സരിച്ചല്ലോ. സ്വരാജ് നിലമ്പൂർ മത്സരിക്കുമ്പോൾ കുറേ സാംസ്കാരിക നായകന്മാർ നായികമാരൊക്കെ സ്വരാജിന് പിന്തുണയുമായി അവിടെ പോയി അതെഴുതി പ്രസംഗിച്ചു ഒക്കെ ചെയ്തു. അപ്പം ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം അവരോട് ചോദിച്ചു. അന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അവിടെ എതിരായി മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്ത് സ്വരാജിൻ്റെ അത്ര പുസ്തകം വായിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സാംസ്കാരിക കേരളത്തിൻ്റെ അളവുകോൽ എടുത്താൽ ഞാൻ പറയുന്നു, ആര്യാടൻ ഷൗക്കത്ത് എന്ന മുസ്ലിം മലപ്പുറം ജില്ലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം എടുത്ത ചില സിനിമകളുണ്ട്. പാഠമെന്നൊരു വിലാപം പോലെ മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതാവസ്ഥയെ അതിൻ്റെ മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെന്ന് ചിന്തിക്കുന്ന, കൃത്യമായി ചോദ്യം ചെയ്യുന്നു. ഞാനൊരു നവോത്ഥാന ഫിലിം എന്ന് അതിന് പറയും. സ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഫാത്തിമ തഹ്ലിയൊക്കെ സ്ഥാനാർത്ഥിയായത് അതുകൊണ്ടാണ്. മുസ്ലിം ലീഗിനകത്ത് കലാപം വരുന്ന അങ്ങനെയുള്ളൊരു സംഗതി ഒന്നുമുണ്ടാ. മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത ഫാത്തിമ തഹ്ലിയാണ് പേരാമ്പ്ര ജയിക്കണേ. എന്തൊരു ബഹളായിരുന്നു ഇവിടെ. മുസ്ലിം ലീഗ് നേതൃത്വം മനസ്സിലാക്കി. അത്ര പോലും വിവരം ഇത്രയും വലിയ ലോകം മാർക്സിസമൊക്കെ വായിച്ചിട്ടുള്ള സ്വരാജിനെ പോലൊരു സഖാവിന് ഇല്ല എങ്കിൽ, അദ്ദേഹത്തെ പോലുള്ളവരാണ് ഈ പാർട്ടി സെക്രട്ടറി ആവുന്നതെങ്കിൽ, ഇത് ബംഗാളിനേക്കാൾ മോശമാവാനാണ് സാധ്യത. സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നതിനേക്കാൾ അപകടകരമായി തകരും. CPM-ന് എന്തെങ്കിലും ഭാവി ഉണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരാശ ഉണ്ടാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്.